ന്യായീകരണങ്ങൾക്കൊന്നും ഇതിന് അടിസ്ഥാനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കൂട്ടക്കുരുതിക്കുത്തരവാദി വിജയ് മാത്രമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി വിജയ് ഫാൻസ് ഇതിന് താഴെ വന്ന് അറഞ്ചം പുറഞ്ച് തെറി വിളിച്ചാലും പറയാനുള്ള യാഥാർത്ഥ്യങ്ങൾ പറഞ്ഞു തന്നെ പോകും. കാരണം ഞാനും ഒരു വിജയ് ആരാധികയാണ്. പക്ഷേ വിജയ് ചെയ്ത കുറ്റങ്ങളിൽ നിന്ന് ആ വിജയ്ക്ക് ഒരിക്കലും ഒളിച്ചോടാൻ കഴിയില്ല എന്നുള്ളതാണ്. നിങ്ങളൊക്കെ ഇന്നലെ വൈകിട്ട് മുതൽ ഒരുപക്ഷെ കണ്ടുകൊണ്ടിരിക്കുന്നതായിരിക്കും കരൂരിൽ നടന്ന സംഭവങ്ങൾ. 6 മണിക്കൂറാണ് വിജയ് അവിടെ ലേറ്റായി വന്നത്. ആ റാലിയിൽ പങ്കെടുക്കാൻ വിജയ് വന്നത് 6 മണിക്കൂർ ലേറ്റായാണ്. ഒരുപക്ഷെ ആ 6 മണിക്കൂറിൻ്റെ ലേറ്റ് അല്ലെങ്കിൽ ആ താമസമായിരിക്കാം ഒരുപക്ഷെ അവിടെ ഇത്ര വലിയ ദുരന്തം ഉണ്ടാകാനുള്ള കാരണം. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ ആ ദൃശ്യങ്ങളിലൊക്കെ കണ്ടാൽ മനസ്സിലാവും, ഗർഭിണികളടക്കം കുട്ടികളടക്കം സ്ത്രീകളടക്കം നിരവധി പേരാണ് അവിടെ എത്തിയത്. മരണസംഖ്യ 39. ഏകദേശം 2 പേരുടെ നില അതീവ ഗുരുതരമാണ്. മരിച്ചവരിൽ 2 ഗർഭിണികളുണ്ട്, കുട്ടികളടക്കമുണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല ഏകദേശം 100-ലധികം പേർ ആശുപത്രിയിൽ ഗുരുതരമായ അവസ്ഥയിൽ തുടരുകയാണ്. അപ്പോൾ ഇത് നമ്മൾ കണ്ടതിനേക്കാൾ വലിയ ഭീകരമായ ഒരു ദുരന്തമാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ കരൂർ അവിടെ കരൂരിൽ വിജയ് റാലി നടത്താൻ ഉദ്ദേശിച്ചു. വിജയ് നേരത്തെ മധുരയിലും വിക്രം പാണ്ഡയിലും പിന്നെ എന്താ പറയുക സമ്മേളനം നടത്തി. അപ്പോൾ ഇവിടെയൊക്കെ സമ്മേളനം നടത്തിയപ്പോൾ വിജയ്യുടെ വലിയൊരു ശക്തി തെളിയിക്കാൻ വിജയ്ക്ക് കഴിഞ്ഞു. സ്വാഭാവികമായും വിജയ് ഒരു സിനിമാ നടനാണ്. വിജയെ കാണാൻ ഒരുപാട് ആളുകൾ, അതായത് ഒരു 13-നും 18-നും വയസ്സിനിടയിലുള്ളവരും 18-നും 25-നും വയസ്സിലുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വിജയ് ഇളയ ദളപതി എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു ഹരമാണ്. അപ്പോൾ വിജയെ കാണാൻ, വിജയുടെ രാഷ്ട്രീയം എന്താണെന്നോ വിജയ് മുന്നിൽ വയ്ക്കുന്ന രാഷ്ട്രീയ കാര്യങ്ങൾ എന്താണെന്നോ ഒന്നുമല്ല അവർക്ക് പ്രധാനം വിജയ് എന്ന് പറയുന്ന ആ സിനിമാ നടനെയാണ്. അപ്പോൾ വിജയെ കാണാനാണ് അവിടെ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ വരുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത് വോട്ടായി മാറില്ല എന്നുള്ളത് പലപ്പോഴും DMK അടക്കം വിജയോട് അവിടെ പല രീതിയിലും BJPയും DMKയും അടക്കം പല തവണ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഈ റാലിയൊക്കെ വിജയം കണ്ടപ്പോൾ വിജയ് കരൂറിലേക്ക് റാലി മാറ്റി. അതായത് ഈ കരൂർ എന്ന് പറയുന്നത് DMKയുടെ ശക്തനായ നേതാവ് സെന്തിൽ ബാലാജിയുടെ മണ്ഡലം കൂടിയാണ് ഈ കരൂർ എന്ന് പറയുന്നത്. അവിടെ തൻ്റെ ശക്തി തെളിയിക്കുക, തനിക്ക് ഒപ്പമുള്ള ആളുകളുടെ ശക്തി തെളിയിക്കുക, താൻ പറയുന്ന കാര്യങ്ങളിൽ പിന്നെ കൂടുതൽ വ്യക്തത വരുത്തുക, ഇതൊക്കെയായിരുന്നു വിജയുടെ ഒരു എന്താ പറയുക വിജയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് അങ്ങനെയായിരുന്നു. അങ്ങനെ ഈ DMK, കാരണം വിജയോട് DMK തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നിങ്ങളൊരു പോപ്പുലാരിറ്റി ഉള്ള ഒരു മനുഷ്യനാണ്, തീർച്ചയായിട്ടും നിങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ അവിടെ ജനക്കൂട്ടം ഉണ്ടാകും. ആ ജനക്കൂട്ടത്തിനിടയിലേക്ക് ആളുകൾ ഇരച്ചെത്തും, അത് വലിയ ദുരന്തത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് നടത്താതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞപ്പോൾ വിജയ് അത് കേൾക്കാതെ വിജയ് നേരെ കോടതിയെ സമീപിച്ചു. അവസാനം കോടതിയിൽ നിന്ന് മണിക്കൂറുകൾക്ക് മുമ്പാണ്, ഈ റാലി നടക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പാണ് അവിടെ വിജയ്ക്ക് അനുമതി കിട്ടിയത്. കോടതിയിൽ നിന്ന് അനുമതി കിട്ടിയത് മാനദണ്ഡങ്ങളോട് അല്ലെങ്കിൽ കൃത്യമായി കോടതി നിയമങ്ങൾ പറഞ്ഞുകൊണ്ടാണ്, അല്ലെങ്കിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് കോടതി റാലിക്കുള്ള അനുമതി കൊടുത്തത്. 10,000 പേർ മാത്രമേ റാലിക്ക് ഉണ്ടാകാവൂ. 10,000-ൽ കൂടുതൽ ആളുകൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ നിങ്ങൾക്കത് നിയന്ത്രിക്കാൻ കഴിയില്ല. കാരണം 50,000 പേർക്ക് തങ്ങാവുന്ന വലിയൊരു സ്ഥലമാണ് അനുവദിച്ച് നൽകിയത്. പക്ഷേ 10,000-ൽ കൂടുതൽ വന്നാൽ അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ അതിലുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ ആ രാഷ്ട്രീയ പാർട്ടിയിലുള്ളവർ തന്നെ പിന്നെ നേരിടണം എന്ന് കൃത്യമായ മുന്നറിയിപ്പ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. മാത്രമല്ല ഈ വിജയ് പോകുന്ന വാഹനത്തിന്റെ പിന്നിലേക്ക് ആളുകൾ ഓടരുത്. കാരണം വിജയിയെ ഒരു നോക്ക് കാണാനായി കൂടുതലും വരുന്നത് കുട്ടികളും, നേരത്തെ പറഞ്ഞതുപോലെ 13-നും 18-നും ഇടയിലുള്ള പിള്ളേരും, പിന്നെ ഈ 20-നും 25-നും വയസ്സിലുള്ള ആ കുട്ടികളും ഒക്കെയാണ്. അപ്പോൾ ഇവർ ഈ വിജയുടെ വാഹനത്തിന് പുറകിലൂടെ ഓടുക. അപ്പോൾ സ്വാഭാവികമായും ഈ തിക്കും തിരക്കും ഉണ്ടാവും. നമുക്കറിയാം ഒരു വലിയ ജനക്കൂട്ടം ഉണ്ടാവും. അനൗദ്യോഗികമായ കണക്കുകൾ അനുസരിച്ചാണ് വരുന്നത്. ഈ 2 ലക്ഷത്തിലധികം പേരുണ്ടാകുമെന്ന്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം, ഈ 2 ലക്ഷം പേരെന്ന് പറയുന്നത് വലിയ തിങ്ങിക്കൂടിയ ജനമാണ്. അകത്ത് കടന്നാൽ പുറത്തേക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതുപോലെ ഈ ഒരു പ്രഷർ കുക്കർ പോലെയാണ് ഈ ഇങ്ങനെ അടഞ്ഞടഞ്ഞിരിക്കുക. എപ്പോൾ വേണമെങ്കിലും അതങ്ങ് പൊട്ടിത്തെറിക്കാൻ തക്ക രീതിയിലുള്ള ഒരു ജനക്കൂട്ടമാണ് ഈ ആളുകളെല്ലാം കൂടി കൂടുമ്പോൾ ഉണ്ടാകുന്നത്. എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് സംഭവിച്ചാൽ മതി, പിന്നീട് അത് വലിയ ദുരന്തത്തിലേക്ക് മാറും. ആ കാഴ്ചയാണ് കരൂരിൽ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് എന്നുള്ളത്.
ഇപ്പോൾ വിജയ് ഈ കരൂരിലേക്ക് എത്താൻ 6 മണിക്കൂർ എടുത്തു. വിജയ് എത്തുന്നത് വരെ ഈ ആളുകൾ കാത്തു നിൽക്കുകയാണ്. സ്വാഭാവികമായും ആളുകൾ തളർന്നു, പലരും കുഴഞ്ഞു വീഴാൻ തുടങ്ങി, ഗർഭിണികൾ അടക്കമുള്ളവരുണ്ട്, പലരുടെയും അവസ്ഥ മോശമാകാൻ തുടങ്ങി. അങ്ങനെ വിജയ് തന്നെ എല്ലാവർക്കും വെള്ളം കൊടുക്കുക എന്ന് വിളിച്ചു പറയുന്ന ദൃശ്യങ്ങളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മാധ്യമങ്ങളിലൊക്കെ വൈറലാവുന്നുണ്ട്. വിജയ് വെള്ളം എറിഞ്ഞു കൊടുക്കുന്നുണ്ട്, വെള്ളക്കുപ്പികൾ ഓരോരുത്തർക്ക് എറിഞ്ഞു. അപ്പൊ ഇത് പിടിക്കാനായി ഓരോരുത്തർ ചാടുന്നതിനിടയ്ക്ക് പലരും വീഴുന്നു, പലരുടെയും പുറത്തേക്ക് കയറി പലരും വെള്ളക്കുപ്പി വാങ്ങുന്നു. അങ്ങനെ അത്തരത്തിൽ ഈ ചവിട്ടും ഇടികളും ബഹളവും ഒക്കെ ഉണ്ടായപ്പോൾ വലിയ രീതിയിലുള്ള അപകടം ഉണ്ടായി എന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ഇന്ന് BJPയുടെ തമിഴ്നാട്ടിലെ മുൻ സംസ്ഥാന പ്രസിഡന്റ് അണ്ണാമലൈ തന്നെ പറയുന്നു, വെള്ളക്കുപ്പികൾ എറിഞ്ഞു കൊടുത്തതാണ് വലിയൊരു അപകടം ഉണ്ടാകാനുള്ള കാരണം. തീർച്ചയായിട്ടും നമ്മൾ ആ ലെവലിൽ ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെ തന്നെ മനസ്സിലാവും. വിജയെ സംബന്ധിച്ച് വിജയ് വിചാരിക്കുന്നത്, വിജയ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല കാര്യങ്ങൾ സർക്കാരിനെ ഇപ്പോൾ തമിഴ്നാട്ടിൽ DMK വിമർശിക്കുന്നുണ്ട്, കേന്ദ്രത്തിലിരിക്കുന്ന BJPയെ കൃത്യമായി വിമർശിക്കുന്നുണ്ട്. വിമർശനമൊക്കെ നല്ലതാണ്. കാരണം വിജയെ പോലുള്ള ഒരാൾ പിന്നെ അധികാരത്തിലേക്ക് വന്നാൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് തമിഴ്നാട്ടിലെ ജനങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ല കാര്യം തന്നെയാണ്. അഴിമതിയില്ലാത്ത ജനങ്ങൾക്ക് നന്മ മാത്രം വരണമെന്നും വികസനം വരണമെന്നും ജനങ്ങൾക്ക് അനുകൂല പദ്ധതികൾ ഉണ്ടാകണമെന്നും ജനങ്ങൾക്ക് സേവനം ചെയ്യണമെന്നും വിചാരിച്ചുകൊണ്ട് തമിഴ് വെട്രി ഘടകം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പാർട്ടിയുമായി വിജയ് വരുമ്പോൾ അതിനെ ഇരു കൈയും നീട്ടി തമിഴ്നാട്ടിലെ ജനങ്ങൾ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ഇപ്പോഴത്തെ ഭരണത്തിൽ അവർ തൃപ്തരല്ല എന്നുള്ളതിൻ്റെ ഒരു സൂചന കൂടിയാണ്. അതൊക്കെ ശരിയാണ്. വിജയ് വിചാരിക്കുന്നത്, വിജയ് സ്കൂളുകൾ സംരക്ഷിക്കുന്നു, അമ്മമാരെ രക്ഷിക്കുന്നു, അച്ഛന്മാരെ രക്ഷിക്കുന്നു, പെങ്ങന്മാരെ രക്ഷിക്കുന്നു, പിന്നെ ഒരുപാട് സ്ഥാപനങ്ങൾ രക്ഷിക്കുന്നു, മെഡിക്കൽ കോളേജിൽ നടക്കുന്ന അഴിമതികൾ പുറത്തു കൊണ്ടുവരുന്നു, അവിടെയുള്ള ആളുകളെ അടിച്ച് ശരിപ്പെടുത്തുന്നു, ഒരുപാട് സ്കൂൾ കെട്ടിടങ്ങൾ തകരുമ്പോൾ വിജയ് തണലായി വരുന്നു, പിന്നെ പുതിയ എന്താ പറയുക, പക്ക ഗ്രാമങ്ങളിൽ ഈ ആശുപത്രി ഇല്ലാത്തടത്ത് വിജയ് ആശുപത്രി കെട്ടുന്നു. അങ്ങനെ സിനിമയിൽ വലിയ രീതിയിലുള്ള വലിയ ഒരു ഉത്തമ പുരുഷനായി മാറുന്ന വിജയിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ വിജയ് ഇത് റീലിലുള്ള വിജയിയാണ്, അതായത് റിയൽ ലൈഫിലുള്ള വിജയി അല്ല. ഇത് റിയൽ ലൈഫിൽ വിജയ് എന്താണ് എന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. വിജയ് വിജയിച്ച് അധികാരത്തിലേറിയതിന് ശേഷം മാത്രം ഈ പറഞ്ഞതൊക്കെ പ്രാവർത്തികമാക്കുമോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ അതിനു മുൻപ് തന്നെ വിജയ് ആളുകളെ വിളിച്ചു കൂട്ടുന്നു. ഈ കരൂരിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ സെന്തിൽ ബാലാജി എന്ന് പറയുന്ന DMKയുടെ ഒരു വലിയ പ്രമുഖനായ അതിശക്തനായ ഒരു നേതാവുണ്ട്. ആ നേതാവിന്റെ മുന്നിൽ തന്റെ കരുത്ത് തെളിയിക്കണം. അതിനുവേണ്ടി നടത്തിയ ശ്രമം വിജയുടെ ഈ ജീവിതത്തിൽ, വിജയുടെ മരണം വരെയുള്ള ജീവിതത്തിലെ ഒരു കറുത്ത ഏടായി ഈ കരൂർ മാറി എന്നുള്ളതാണ്. വിജയുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തീരുമാനിക്കപ്പെടുമോ, വിജയുടെ രാഷ്ട്രീയ ഭാവി ഇതോടുകൂടി തീരുമോ എന്നൊന്നും നമുക്കറിയില്ല. പക്ഷെ എങ്കിൽ പോലും വിജയ് വീട്ടിൽ പോയി ഒളിച്ചിരിക്കുന്നതും വിജയ് തന്റെ ഹൃദയം തകർന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ടൊരു ട്വിറ്ററിലൊരു പോസ്റ്റ് ഇടുന്നതും ഒന്നും ശരിയല്ല. വിജയ് അവിടെ ഉണ്ടാകണമായിരുന്നു